ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അശ്രദ്ധയോടുകൂടെ നമ്മെ നരകത്തിലെത്തിക്കുന്ന ചില വർത്തമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാറില്ല. തൗബ കൊണ്ട് പരിഹരിക്കപ്പെടാത്ത വിധം അത്തരം തെറ്റുകൾ ജീവിതത്തെ ആവരണം ചെയ്യുന്ന അവസ്ഥയിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതേക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അല്പം സമയം കൊണ്ട് ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവിലും നമ്മൾ ചെയ്യുന്ന അമലുകളിലും ബർക്കത്ത് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം തെറ്റുകൾ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നാം അത്തരം തെറ്റുകൾക്ക് അടിമപ്പെട്ടിട്ടുണ്ട് എന്നതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഹദീസ് കൊണ്ടാണ് ഇന്ന് നമ്മൾ സംസാരം തുടങ്ങുന്നത്. മറ്റൊന്നുമല്ല, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ അവിടത്തോടൊപ്പം ഇരിക്കുന്ന നേരത്ത് ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം ഹദീസ്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, സ്വഹാബികൾ നബി തങ്ങളുടെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന നേരത്ത് പെട്ടെന്ന് ഒരു ശവം ചീഞ്ഞളിഞ്ഞ് ആ ശവത്തിന്റെ മാംസങ്ങളെല്ലാം ജീർണിച്ചാൽ എത്രമാത്രം ദുർഗന്ധമുണ്ടാകുമോ അത്തരത്തിലുള്ള ഒരു ദുർഗന്ധം ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നു. ഫർതഫഅത് റീഹു ജീഫത്തിൻ മുൻതിനത്തിൻ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തദറൂന മാ ഹാദിഹി റീഹ്. ഹബീബായ നബി തങ്ങൾ ഈ ദുർഗന്ധം എന്ന് ശക്തമായി വന്നപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, അസഹ്യമായ ഈ ദുർഗന്ധം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ സഹാബ? സ്വഹാബികളായ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല നബിയെ, അള്ളാഹുവിനും അവന്റെ റസൂലിനുമേ അറിയൂ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഹാദിഹി റീഹുല്ലദീന യഗ്താബൂനൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളെ ഗീബത്ത് പറയുന്ന ആളുകളുടെ വായിൽ നിന്നും പുറത്തേക്ക് വരുന്ന ശ്വസന നിശ്വാസ വായുവിടെ സഞ്ചാരത്തിൽ ലയിച്ച കാറ്റാണ് ഈ ദുർഗന്ധമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഈ ഹദീസ് കാണാം. ഇതൊരു സാങ്കല്പികമായ അർത്ഥമല്ല ഈ പറഞ്ഞത്. ദുർവർത്തമാനങ്ങൾക്ക് ദുർഗന്ധമുണ്ട്, അത് തീർച്ചയാണ്, സത്യമാണ്. ഗീബത്ത് പറയുമ്പോൾ, നമീമത്ത് പറയുമ്പോൾ, കളവ് പറയുമ്പോൾ, ഏഷണി പറയുമ്പോൾ ഇത്തരത്തിലുള്ള ദുർവർത്തമാനങ്ങൾക്ക് ദുർഗന്ധമാണുള്ളത്. എന്തുകൊണ്ട് നമുക്ക് ഇത് അനുഭവിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് നമുക്കിത് തിരിച്ചറിയാൻ കഴിയുന്നില്ല? അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മുടെ സാധാരണ ജീവിതത്തിൽ അത്രത്തോളം ഇത്തരം തെറ്റുകൾ അനായാസം കടന്നു വന്നിരിക്കുന്നു, നമ്മൾ ഇതിന് അടിമപ്പെട്ടിരിക്കുന്നു. അത് തന്നെയാണ് കാരണം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് നമ്മൾ മുൻപ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇദാ കദബൽ അബ്ദു തബഅദ അൻഹുൽ മലക്കു മൈലൻ മിൻ നത്നി മാ ജാഅ ബിഹി എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ ഒരു കളവ് പറയുമ്പോൾ കളവിന്റെ പദങ്ങൾ അവൻ ഉച്ചരിക്കുന്ന സമയത്തേക്ക് പുറത്തേക്ക് നിർഗളിക്കുന്ന വായു സഞ്ചാരത്തിൽ അല്ലാഹു തആല ഒരു പ്രത്യേക ദുർഗന്ധം വെച്ചിരിക്കുക. കളവിന്റെ വാക്ക് ഉച്ചരിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന ശബ്ദവേദികളുടെ കൂടെ ഒരു ദുർഗന്ധ ശരിക്കും പുറത്തേക്ക് വരുന്നത്. ആ ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ സൃഷ്ടിപ്പിൽ തന്നെ ശാരീരികമായി ശക്തരായിട്ടുള്ള മലക്കുകളിൽപ്പെട്ട റഹ്മത്തിന്റെ ഒരു മലക്ക് ഈ ദുർഗന്ധം സഹിക്കാതെ ആ മലക്ക് അവനിൽ നിന്നും അകന്നു പോകും. ഒരു കളവിന് ഒരു മയിൽ എന്ന കണക്കിൽ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഹദീസ് കാണാം. അപ്പൊ എന്തായി പറഞ്ഞത്? ദുർവർത്തമാനങ്ങൾക്ക് ദുർഗന്ധമുണ്ട്, അത് കളവായാലും ഗീബത്തായാലും ഒക്കെ. പിന്നെ എന്തുകൊണ്ട് നമുക്കത് തിരിച്ചറിയാതെ പോകുന്നു എന്ന് ചോദിച്ചാൽ, മഹാനായ അഹ്മദ് സമർഖന്ദി വളരെ മനോഹരമായ ഭാഷയിൽ അത് വിശദീകരിച്ചു തരുന്നുണ്ട്. മഹാന്മാരായ തസവൂഫിന്റെ പണ്ഡിതന്മാർ, നമ്മുടെ ഹുക്കമാഇന് അതിനെക്കുറിച്ച് അഭിപ്രായമുള്ളത്, ഫി അന്ന റീഹൽ ഗീബത്തി വനത്നിഹാ കാനത് തതബയ്യനു അലാ അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ തതബയ്യനു ഫി യൗമിനാ ഹാദാ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഗീബത്തിനും അതുപോലെയുള്ള ദുർവർത്തമാനങ്ങൾക്കും ദുർഗന്ധമുണ്ടായിരുന്നു എന്നും അത് തിരിച്ചറിയാൻ അന്നുള്ളവർക്ക് കഴിഞ്ഞിരുന്നുവെന്നും ഇന്ന് നമ്മെ കൊണ്ടത് സാധിക്കാതെ പോകുന്നു. എന്താണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് മഹാന്മാർ പറയുന്നത്,
നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ ഗീബത്ത് വർദ്ധിച്ചത് തന്നെയാണ് അതിന് കാരണം. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ നാസാരന്ധ്രങ്ങൾ, നമുക്ക് മണത്തറിയാനുള്ള നമ്മുടെ ശരീരത്തിന്റെ ആ കഴിവ് ഈ ദുർഗന്ധം കൊണ്ട് നിറഞ്ഞിരിക്കാം. അങ്ങനെ വന്നപ്പോൾ സുഗന്ധമേത് ദുർഗന്ധമേത് എന്ന് ശരിക്കും നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ്. ഈ ദുർഗന്ധമില്ലാത്ത ഒരു അവസ്ഥയെ നമുക്ക് നമ്മുടെ മൂക്കുകൊണ്ട് ആസ്വദിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മുടെ മൂക്കിന്റെ മുന്നിൽ അത്രത്തോളം ഈ ദുർഗന്ധം നിറഞ്ഞു നിൽക്കാണ്. മഹാനവറുകൾ പറയുന്ന ഒരു ഉദാഹരണം, വയക്കൂനു മസലു ഹാദാ മിസ്ല റജുലിൻ ദഖല ദാറ ദബ്ബാഗീൻ. മൃഗങ്ങളുടെ തോല് ഊറക്കിടുന്ന സ്ഥലത്ത് വല്ലാത്ത ദുർഗന്ധമായിരിക്കും. മൃഗങ്ങളുടെ തോല് ഊറക്കിടുന്നിടത്ത് വല്ലാത്ത ദുർഗന്ധമായിരിക്കും. ആ ദുർഗന്ധം ഊറക്കിടുന്ന സ്ഥലത്ത് ഉണ്ട് എങ്കിൽ ആദ്യമായിട്ട് അങ്ങോട്ട് കടന്നു ചെല്ലുന്ന ആൾക്ക് അത് സഹിക്കാവതല്ല. പക്ഷെ അയാൾ അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ സ്ഥിരമായി അവിടെ താമസിക്കുന്ന ഈ ദുർഗന്ധത്തെ സ്ഥിരമായി ശ്വസിക്കുന്ന, അത് ആസ്വദിക്കുന്ന, അല്ലെങ്കിൽ ആ ദുർഗന്ധത്തെ അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവിടെ ഇരുന്നു കൊണ്ട് ഈ ദുർഗന്ധത്തെ വകവെക്കാതെ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും അവരുടെ സാധാരണ രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ആദ്യമായി അങ്ങോട്ട് കടന്നു ചെന്ന ആൾ ഈ ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ മൂക്ക് അടച്ചു പിടിച്ചിരിക്കുന്നു. ഈ അവസ്ഥ അവർക്കത് പരിചിതമായതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ദുർഗന്ധം അവർക്ക് ബാധകമല്ല, അവരെ ബാധിക്കുന്നില്ല. ഈ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഗീബത്തിന്റെയും നമീമത്തിന്റെയും കളവിന്റെയും ഏഷണിയുടെയും ദുർവർത്തമാനങ്ങളുടെയും എല്ലാം ദുർഗന്ധങ്ങൾ നമ്മുടെ മൂക്കിൻ തുമ്പിൽ വന്ന് മുട്ടി 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 നമുക്ക് അത് ഒരു പ്രശ്നമല്ലാത്ത അവസ്ഥയിൽ ഇന്ന് മാറിയിരിക്കുന്നത് ഈ കാരണം കൊണ്ടാണെന്ന് മഹാന്മാരായ തസവ്വുഫിന്റെ പണ്ഡിതന്മാർ പറയുകയാണ്. അപ്പൊ അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ആ മുഖത്തിൽ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നത്. അള്ളാഹു ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും അതിൽ നിന്നും മുക്തരാവാനും റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇന്നത്തെ സംസാരത്തിൽ ഗീബത്താണ് പ്രധാനമായും പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഗീബത്ത് എന്താ? ഗീബത്ത് എന്ന് പറഞ്ഞാൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായ നിർവചനം അതിന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ കാണാം ഹദീസ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് ഒരിക്കൽ ചോദിച്ചു, അത്തദറൂന മൽ ഗീബ, സ്വഹാബികളെ ഗീബത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതേക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ? ഞങ്ങൾ പറഞ്ഞു, ഖാലു അല്ലാഹു വറസൂലുഹു അഅലമു, അതേക്കുറിച്ച് അല്ലാഹുവിനും അവന്റെ റസൂലിനുമേ അറിയൂ, ഞങ്ങൾക്കറിയില്ല നബിയേ. ഹബീബായ നബി തങ്ങൾ ഗീബത്തിന്റെ നിർവചനം പറഞ്ഞു, ദിക്റുക ഖാക ബിമാ യക്റഹു, നിന്റെ സഹോദരന് നിന്റെ സഹോദരിക്ക് ഇഷ്ടമില്ലാത്തത് അവനെ കുറിച്ച് പറയലാണ്, അവളെ കുറിച്ച് പറയലാണ് ഗീബത്ത് എന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ ഈ സംഭവം നടക്കുന്നത് അസാന്നിധ്യത്തിലായിരിക്കുമല്ലോ. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത അയാളുടെ മുന്നിൽ വെച്ചല്ലേ പറയാ, അസാന്നിധ്യത്തിലല്ലേ പറയാ. ആ രീതിക്കാണ് ആ പ്രയോഗം വന്നിരിക്കുന്നത്. ഗീബത്ത് അസാന്നിധ്യത്തിലുള്ളതായ പരാമർശം എന്ന അർത്ഥത്തിൽ. അത് സാന്നിധ്യത്തിൽ പറഞ്ഞാലും പരിഗണിക്കപ്പെടുമെന്ന് പറയുന്ന ഹദീസ് പണ്ഡിതന്മാരുണ്ട്. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത അയാളുടെ കേൾക്കെ പറഞ്ഞാലും ഗീബത്ത് പോലെ തന്നെ. എന്തിനാ മറ്റുള്ളവരുടെ കാര്യം അയാൾക്ക് ഇഷ്ടമില്ലാത്ത പറയാൻ നിൽക്കുന്നത്? ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഖീല, ഒരു സ്വഹാബി ചോദിച്ചു, അഫറഅയ്ത ഇൻ കാന ഫീ അഖീ മാ യഖൂലു, നബിയേ എന്റെ സഹോദരനിൽ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നതെങ്കിലോ? ഉള്ളതല്ലേ പറയണുള്ളൂ, നമ്മളങ്ങനെ പറയാറില്ലേ? ഞാൻ നുണയെന്ന് പറഞ്ഞാലോ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്? ഉള്ളതാണ് എങ്കിൽ പോലും നബിയെ എങ്ങനെയാ ഇതേ കുറിച്ച് പരിഗണിക്കപ്പെടാ? ഖാല ഇൻ കാന ഫീഹി മാ തഖൂലു ഫഖദ് ഗതബതഹു, നീ ഉള്ളത് പറഞ്ഞാലും സത്യം പറഞ്ഞതാണ് നബിയെ, എന്നാലും അയാൾക്ക് ഇഷ്ടമില്ലാത്തയാണോ? ഗീബത്ത് തന്നെയാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉള്ളതല്ലേ പറഞ്ഞ, ഞാൻ ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ, അങ്ങനെ പറയാറില്ലേ? അങ്ങനെ പറയണ്ട. നമുക്ക് പിന്നെ ഒരു ശീലമുണ്ട്, കുറ്റം പറയാണെന്ന് വിചാരിക്കണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇനി പറയാൻ പോണ കാര്യം എന്താണ്? കുറ്റം പറയലാണ്. അതുകൊണ്ടാണല്ലോ കുറ്റം പറയാണെന്ന് വിചാരിക്കണ്ട എന്ന് പറഞ്ഞത്.
അതൊക്കെ നമ്മുടെ മുടന്ത ന്യായങ്ങളാണ്. അങ്ങനെ 1000 വട്ടം പറഞ്ഞാലും കുറ്റം പറയല് തന്നെയാണ്. നിന്റെ സഹോദരന് നിന്റെ സഹോദരിക്ക് ഇഷ്ടമില്ലാത്തത് അവരെ കുറിച്ച് പറയലാണ് ഗീബത്ത്. നീ പറയുന്ന കാര്യം അവരിലുള്ളതാണ് എങ്കിലും അത് ഗീബത്ത് തന്നെയാണ്. ഇനി നീ പറഞ്ഞ കാര്യം അവരിൽ ഇല്ലാത്തതാണെങ്കിൽ അവരെ കുറിച്ച് നീ അസഭ്യം പറയലാണ്, അപവാദം പറയലാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഗീബത്ത്. അതാണ് ഗീബത്ത്. വ്യഭിചാരത്തെക്കാളും കടുപ്പം. ഹബീബായ നബി തങ്ങൾ ഗീബത്തിനെ കുറിച്ച് പറഞ്ഞത് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നുണ്ട്. അശദ്ദു മിനസ്സിനാ, ഗീബത്ത് വ്യഭിചാരത്തെക്കാളും കടുപ്പമാണത്രേ. സഹാബികൾ പലരും എഴുന്നേറ്റ് ചോദിച്ചു, യാ റസൂലല്ലാഹ് വകൈഫൽ ഗീബത്തു അശദ്ദു മിനസ്സിനാ, വ്യഭിചാരം വൻ പാപങ്ങളിൽ പോലും എണ്ണിയതല്ല നബിയേ, വ്യഭിചാരത്തെക്കാളും എന്തുകൊണ്ട് ഗീബത്തിന് കടുപ്പം കൂടി? ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന റജുല ലയസ്നി ഫയതൂബുല്ലാഹു അലൈഹി, ഒരാള് ഗീബത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അങ്ങ് അല്ലാഹുവോട് തൗബ ചെയ്താൽ അവനും റബ്ബുമായുള്ള കാര്യമല്ലേ, റബ്ബ് അവന് പുറത്തു കൊടുത്തേക്കാം. എന്നാൽ ഗീബത്ത് അങ്ങനെയല്ല സഹാബ. വഇന്ന സാഹിബൽ ഗീബത്തി ലാ യുഗ്ഫറു ലഹു ഹത്താ യഗ്ഫിറഹാ ലഹു സാഹിബുഹു, ആരുടെയെല്ലാം കുറ്റം പറഞ്ഞുവോ അവര് പുറത്തു കൊടുക്കാതെ ഈ പറഞ്ഞവന് അല്ലാഹു പുറത്തു കൊടുക്കൂല സഹാബ. നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ പശ്ചാത്താപത്തിന്റെ മാർഗത്തിലേക്ക് ചിന്തിക്കുമ്പോ വ്യഭിചാരത്തെക്കാളും കടുപ്പമാണ് ഗീബത്ത്. നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പലരുടെയും. ഞാൻ അവസാനം പറയണമെന്ന് വിചാരിച്ചതെന്നാലും ആദ്യം തന്നെ പറഞ്ഞേക്കാം. നമ്മൾ ഒരാളോട് ഗീബത്ത് പറഞ്ഞ് അയാളുമായി നമുക്ക് ഹക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അയാളെ പൊരുത്തപ്പെടിയിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ പൊരുത്തപ്പെടിയിപ്പിക്കണം, അയാളെ ബോധ്യപ്പെടുത്തിയിട്ട് പൊരുത്തപ്പെടിയിക്കണം. ഇനി നമ്മൾ പറഞ്ഞ ആളുകൾ മരിച്ചുപോയവരാണ് എങ്കിൽ മരിച്ചവരുടെ ഗീബത്ത്, നമ്മൾ പറഞ്ഞ ആളുകൾ മരിച്ചുപോയി, നമ്മൾ പലരെയും കുറ്റം പറഞ്ഞിട്ടുണ്ട്, അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരുന്നാൽ ഖബറിൽ കിടക്കുന്ന അവർക്ക് നമ്മളോട് പൊരുത്തം തോന്നും. അപ്പോൾ അല്ലാഹു നമ്മുടെ ഗീബത്ത് പുറത്തു തരും. അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ഈ അർത്ഥത്തിൽ ഗീബത്തിന്റെ ഗൗരവം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 2 ആളുകൾ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നു. ഇമാം ബൈഹഖി തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. 2 സ്വഹാബികൾ ളുഹർ നിസ്കരിക്കാൻ, അവർ അപരിചിതരാണ്, അല്ലെങ്കിൽ പുതിയ ആളുകളാണ്. മദീനത്തെ പള്ളിയിലുണ്ടായിരുന്നു, ളുഹർ നിസ്കരിക്കാണ്ടായി. 2 പേർക്കും നോമ്പാണ്. അസ്ർ നിസ്കരിക്കാനും അവർ ഉണ്ടായി. ളുഹറിന്റെ അസ്റിന്റെ ഇടയിൽ ഇരുന്നിട്ട് അവർ ഗീബത്ത് പറഞ്ഞു. അസ്ർ നിസ്കാരത്തിന്റെ സലാം വീട്ടിക്കഴിഞ്ഞപ്പോൾ ഹബീബായ നബി തങ്ങൾ 2 സ്വഹാബികളെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അഈദൂ അകുമാ വസലാതകുമാ വംളിയാ ഫീ യൗമികുമാ വഖളിയാഹു യൗമൻ ആഖർ. നിങ്ങൾ ഇപ്പൊ നിർവഹിച്ച നിസ്കാരം ഒന്നുകൂടി പോയി ഉളു എടുത്ത് വന്നിട്ട് രണ്ടാമത് നിസ്കരിക്കണം. നിങ്ങൾ നിലവിൽ നോമ്പുകാരാണ്. ഇന്നത്തെ നോമ്പ് മഗ്രിബ് വരെ അങ്ങ് അനുഷ്ഠിച്ച് അങ്ങ് പൂർത്തീകരിക്കണം. എന്നിട്ട് ഇന്നത്തെ നോമ്പ് നിങ്ങൾക്ക് മറ്റൊരു ദിവസമായി നിങ്ങൾ ഖളാ വീട്ടുകയും വേണം. ഇന്നത്തെ ദിവസം നോമ്പെടുത്ത് തന്നെ പൂർത്തീകരിക്കാം. എന്നിട്ട് നിങ്ങൾ 2 പേരും ഈ ദിവസത്തിന് പകരം മറ്റൊരു ദിവസം നോമ്പ് ഖളാ വീട്ടുകയും വേണം. 2 പേരും ചോദിച്ചു, ലിമയാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ഖളാ വീട്ടേണ്ടത്, രണ്ടാമത് നിസ്കരിക്കേണ്ടത്? ഹബീബായ നബി തങ്ങൾ അവിടുത്തെ റിസാലത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞു, ഇഗ്തബതും ഫുലാന, ഏതോ ഒരാളെ നിങ്ങൾ 2 പേരും കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ നോമ്പ് നിങ്ങൾക്കില്ല. ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ ജമാഅത്തായി നിസ്കരിച്ച നിസ്കാരം നിങ്ങൾക്കില്ല. ഇബാദത്ത് അറ്റുപോവാ. ഇത് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഗീബത്ത് പറയുന്നവന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്താ? ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമായ മിഅ്റാജിന്റെ അനുഭൂതി നിറഞ്ഞു നിന്ന പരിശുദ്ധമായ രാത്രിയുണ്ടല്ലോ. ഇമാം അബൂ ദാവൂദിന്റെ സുനനിൽ കാണാം ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ലമ്മാ ഉരിജ ബി, ഞാൻ മിഅ്റാജിന്റെ യാത്ര ചെയ്യുമ്പോൾ മറർതു ബിഖൗമിൻ ലഹും അദ്ഫാറും മിൻ നുഹാസ്, ചെമ്പ് ലോഹത്തിനാലുള്ള നഖമുള്ള കൈകൾ കൊണ്ട് സ്വന്തം മുഖത്തേക്കും നെഞ്ചിലേക്കും മാറി മാറി ശക്തമായി മാന്തി പറിച്ചു പൊളിച്ച് സ്വന്തം മാംസത്തെ വികൃതമാക്കുന്ന, ശരീരത്തെ വികൃതമാക്കുന്ന ഒരു വിഭാഗത്തെ ഞാൻ കണ്ടു, അത്ഭുതപ്പെട്ടു പോയി. അവരുടെ നഖം ചെമ്പാണ്, തനി കട്ടിച്ചെമ്പാണ്. മൂർച്ചയുള്ള നഖം കൊണ്ട് മുഖവും നെഞ്ചും മാന്തി പൊളിച്ച് പിളർത്തി മാംസങ്ങളതാറ്റി വീഴുന്ന ഹതഭാഗ്യവാന്മാരെ കുറിച്ച് ഞാൻ ചോദിച്ചു, മൻഹാ ഉലൈ യാ ജിബ്രീൽ, ജിബ്രീലേ ആരായി ഇവര്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഹൗലാഇ അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസി വയഖഉദൂന ഫീ അഅറാദിഹിം, ജനങ്ങളുടെ അഭിമാനത്തിൽ, ആത്മാഭിമാനത്തിൽ കയറി സംസാരിച്ച് മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ സമൂഹത്തിൽ ഇകഴ്ത്തി കാണിച്ച് അവരില്ലാത്തപ്പോ അവരുടെ കുറ്റം പറഞ്ഞ ആൾക്കാരാണ് നബിയവർ. എത്ര പ്രാവശ്യമാ ഒരു ദിവസം നമ്മൾ ഈ തെറ്റ് ചെയ്യുന്നത്? എത്രയോ ആളുകളെ കൊണ്ട് പൊരുത്തപ്പെടിയിക്കേണ്ട അവസ്ഥയാ നമുക്ക് ഓരോരുത്തർക്കുമുള്ളത്. ആലോചിച്ചിട്ടുണ്ട്? എന്തിനാ നമ്മൾ അമൽ ചെയ്യുന്നത്? ഇതിൽ നിന്നും സംസ്കരിക്കാനല്ലേ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിലുള്ളത്. വലാ യഗ്തബ് ബഅദുകും ബഅദൻ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. പരിശുദ്ധ ഖുർആൻ. ശവന്തീനികളാണ് ഗീബത്ത് പറയുന്നവർ. ഞാനും നിങ്ങളും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. എപ്പോഴും ദുആ ചെയ്യാം. നമ്മൾ കുറ്റം പറഞ്ഞ ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അവർക്ക് നമ്മോട് പൊരുത്തമുണ്ടാവാൻ ദുആ ചെയ്യാം. മൂന്നാമത്തെ ദുആയാണ്, ഞാൻ പറഞ്ഞ കുറ്റങ്ങളൊക്കെ എനിക്ക് നീ പുറത്തു തരണേ എന്ന ദുആ. ഇത് വളരെ സാഹസികമാണ്. ലാ യദ്ഖുലുൽ ജന്നത നമ്മാം, ഗീബത്ത് ഉള്ളത് പറഞ്ഞാൽ ഗീബത്താണ്. ഇനി മറ്റൊരാളുടെ ഇടയിൽ അയാൾക്ക് ഇഷ്ടമല്ലാത്തതും അയാളിൽ ഇല്ലാത്തതുമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കാതെ നമീമത്താണ്, ഏഷണിയാണ്. ഏഷണിക്കാരൻ സ്വർഗത്തിൽ പോവില്ല, ഏഷണിക്കാരന് സ്വർഗമില്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും വൃത്തികെട്ടവരവരാണ്. ഏഷണി പറയാ, അവിടെ കേട്ടത് ഇവിടെ പറയാ, ഇവിടെ കേട്ടത് അവിടെ പറയാ, അങ്ങനെ പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഫിത്ന ഉണ്ടാക്കി, ഛിദ്രത ഉണ്ടാക്കി സമൂഹത്തിൽ വലിയ കുഴപ്പക്കാരായിട്ട് നടക്കുന്ന ആളുകൾ. അവർക്ക് ഇങ്ങനെ ഇരിപ്പൊരുങ്ങുണ്ടാവില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടന്ന് പറയും, ഉള്ളതും പറയും, ഇല്ലാത്തതും പറയും, മറ്റുള്ളവരുടെ കുറ്റം പറയലും കുറവ് പറയലും, മറ്റുള്ളവരെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞ് ഫിത്ന ഉണ്ടാക്കല്. അവർക്ക് അള്ളാഹുവിന്റെ സ്വർഗമില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ സമുദായത്തിലെ ഏറ്റവും വൃത്തികെട്ടവരവരാ. വശിറാറു ഇബാദില്ലാഹിൽ മശാഊന ബിന്നമീമ അൽ മുതഫർരിഖൂന ബൈനൽ അഹിബ്ബത്തി അൽ ബാഗൂനൽ ബറാഅൽ അനത. അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും മോശം അവരാണെന്ന ഹബീബ് നമ്മെ പഠിപ്പിച്ചത്. ഇമാം അഹ്മദിന്റെ മുസ്നദിലുണ്ട് ഹദീസ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശം, ജനങ്ങൾക്കിടയിൽ ഐക്യം തകർക്കാൻ, സ്നേഹത്തിൽ വിള്ളലുണ്ടാക്കാൻ ഇവരുടെ ഈ വർത്തമാന സഞ്ചാരങ്ങൾ കൊണ്ട് കഴിയുന്നു. മാത്രവുമല്ല, ഇവർ പരസ്പരം സ്നേഹിക്കുന്നവരുടെ ഇടയിൽ ഇവർ വിട്ടുപിരിക്കുന്നു, ശിഥിലത ഉണ്ടാക്കുന്നു. മാത്രവുമല്ല, സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരിൽ എന്തെങ്കിലുമൊക്കെ വൃത്തികേടുകൾ ചാർത്തിവെക്കാൻ വേണ്ടി ഇവരുടെ ഈ വൃത്തിയില്ലാത്ത നാവുകൊണ്ട് പണിയെടുക്കുന്നു. അവരാണ് ആകാശത്തിന്റെ ചുവട്ടിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും മോശപ്പെട്ടവരെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗീബത്തും നമീമത്തും ഏതാണ്ടൊക്കെ അടുത്തടുത്ത് വരുന്ന തെറ്റുകളാണ്. പണ്ഡിതന്മാരുടെ ഗീബത്ത് പറഞ്ഞാൽ അത് നമീമത്ത് തന്നെയാണ്.
വൻപാപമാണ് ആലിമീങ്ങളുടെ ഗീബത്ത് പറയാ. എവിടെയപ്പതില്ലാത്ത പണ്ഡിതന്മാരുടെ മുസ്ലിയാർ വീട്ടിൽ പോയത് നോക്കും. മുസ്ലിയാർ ഇന്നിട്ട് ചെരുപ്പ് ഏത് കമ്പനിയുടെ, മുസ്ലിയാർ അങ്ങോട്ട് പോയതെന്തിനാ, അങ്ങനൊക്കെ നോക്കി പറയാൻ വേണ്ടി തന്നെ നിസ്കരിക്കാനും കൂടിയിട്ട് വരുന്ന കുറെ ആളുകളുണ്ട്. എല്ലാ പള്ളിയിലും ഉസ്താദുമാരുടെ ഗീബത്ത് പറയാ എന്നത് പരിസരത്തുള്ളവർക്ക് അല്ലാഹു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. വല്ലാത്തൊരു കഷ്ടാണ്ടത്, സത്യാണിത്. അല്ലെങ്കിൽ ആലോചിക്കും, പള്ളിയുടെ അടുത്തുള്ള ചായക്കടയിൽ ഏറ്റവും വലിയ സംസാരം അതായിരിക്കും. ചായക്കടയില്ലാത്ത, പരിസരത്ത് ചായക്കടയില്ലാത്തൊരു പള്ളി ഇവിടെ ഉണ്ടോ? സുബഹി നിസ്കരിച്ചാൽ ആദ്യം തന്നെ പള്ളിയിലെ സംഭവങ്ങൾ, കമ്മിറ്റിക്കാരെ കുറ്റം പറയല്, ഉസ്താദുമാരെ കുറ്റം പറയല്, പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന സ്വാലിഹീങ്ങളെ തന്നെ കുറ്റം പറയുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം പള്ളി പരിസരങ്ങളിൽ ഇബ്ലീസ് ഇങ്ങനെ ഓടി നടക്കുക അവരെ സഹായിക്കാൻ. വല്ലാത്ത ഗൗരവമാണ്. സമുദ്രത്തിലെ വെള്ളം പോലും കേടായി പോകും. ഗീബത്തിന്റെ കറ അത്ര വൃത്തികെട്ടതാ. സമുദ്രത്തിലെ ജലം പോലും കേടായി പോകും, സമുദ്രജലം പോലും നാശമാകും. ഗീബത്തിന്റെ കറ, ഗീബത്തിന്റെ അഴുക്ക് അത്ര വൃത്തികെട്ടതാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ സഫിയ റളിയല്ലാഹു അൻഹ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരിൽ പൊക്കം കുറഞ്ഞ ആളാണ് സഫിയ റളിയല്ലാഹു അൻഹ. അറിവില്ലാതെ ആയിഷ റളിയല്ലാഹു അൻഹ ആദ്യ കാലങ്ങളിൽ സഫിയ ബീവിയെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു. നബിയെ, അങ്ങേക്ക് ആ പൊക്കം കുറഞ്ഞോളൂ മതി, ആ ഉയരം കുറഞ്ഞവൾ മതി അങ്ങേക്ക്. അവളുടെ അടുത്തേക്ക് വയ്ക്കും. ഹസ്ബുക, അങ്ങേക്ക് അവള് പോരെ. വഴക്കിടുമ്പോ ഭാര്യയാണല്ലോ, എന്തിലൊക്കെ ഒന്ന് പറയൂലോ. സഫിയ ബീവിയെ പറഞ്ഞു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ലഖദ് ഖുൽതി കലിമതൻ ലൗ മുസിജത ബിമാഇൽ ബഹരി ലമസജതുഹു. ആയിഷ, നീ പറഞ്ഞ വർത്തമാനം അത് കടലിന്റെ വെള്ളത്തിലൊന്നു മുക്കിയാൽ, നീ പറഞ്ഞ വർത്തമാനത്തിന്റെ പാപക്കറ കടൽ വെള്ളത്തെ പോലും അശുദ്ധമാക്കും വിധം അത് ശക്തമാണ്, അത് വലിയ തെറ്റാണ് ആയിഷ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ എത്ര പ്രാവശ്യം എത്ര കടലുകളെ വെടക്കാക്കാനുള്ള വർത്താനം നമ്മുടെ വായിൽ വരുന്നുണ്ട്. എത്ര കടലുകളെ. ഇസ്രായേലി സമൂഹത്തിലെ രണ്ടാളുകളുടെ ഖബറിന്റെ സമീപത്തു കൂടി ഹബീബ് കടന്നു പോയപ്പോൾ പച്ചമടല് കുത്തിവെച്ചു. അതിൽ ഒരാളുടെ ഖബറ് മൂത്രമൊഴിച്ചാൽ വൃത്തിയാക്കാത്ത ആളായിരുന്നു. മറ്റേ ആളുടെ ഖബറ്, മറ്റേ ആള് സമൂഹത്തിൽ ഇങ്ങനെ ഗീബത്തും നമീമത്തും പറയുന്ന ആളായിരുന്നു. രണ്ടുപേരും ഇതിനെ ഗൗരവമായി കണ്ടിരുന്നില്ല. പക്ഷെ അല്ലാഹുവിങ്കൽ രണ്ടുപേർക്കും ശിക്ഷയുണ്ട്. ഞാൻ ചാർത്തി വെച്ചിരിക്കുന്ന, കുത്തിവെച്ചിരിക്കുന്ന പച്ചമടല ഉണങ്ങുന്നവരെ അത് തസ്ബീഹ് ചൊല്ലുമല്ലോ. തസ്ബീഹ് ചൊല്ലപ്പെടുന്നോടത്ത് അല്ലാഹുവിന്റെ അദാബ് ഇല്ലാതെ പോകട്ടെ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി മുസ്ലിം ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം ഗീബത്തും നമീമത്തും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലാ ഗീബത്താവാ? ഒരുപാടൊന്നും പറയണ്ട. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കേട്ടോ. ഗീബത്ത് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ മുത്തഖദ്ദിമീങ്ങളായ സൂഫിയാക്കൾ പറഞ്ഞിരിക്കുന്നത്, ലൗ ഖുൽത ഇന്ന ഫുലാനൻ സൗബുഹു ഖസീർ ഔ സൗബുഹു തവീൽ യകൂനു ഗീബ. ഒരാളിട്ടിരിക്കുന്ന വസ്ത്രത്തെ കുറ്റം പറഞ്ഞു. എന്തുട്ട് ഷർട്ടട നീട്ടിരിക്കുന്ന, വല്ലാത്ത ഇറക്കാണുള്ളത്. അതിന് ഇറക്കം കുറഞ്ഞല്ലോ. എന്തുട്ട് ഷർട്ടാണിത്, ടൈറ്റ് ആണല്ലോ, കൊള്ളൂല. ആ പറഞ്ഞത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ആർക്ക്? ഈ വസ്ത്രത്തിന്റെ ഉടമയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ വസ്ത്രത്തെ കുറ്റം പറഞ്ഞതും ഗീബത്താണെന്ന് പരിഗണിക്കുമത്രേ. മഹാന്മാരായ സൂഫിയാക്കൾ ഇങ്ങനെയാ പറഞ്ഞത്. മഹാന്മാരായ സൂഫിയാക്കൾ ഇങ്ങനെയാ പറഞ്ഞത്. ഈ അർത്ഥത്തിൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അത്ഭുതം തോന്നിയ ഒരു പെണ്ണ് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ ഒരു പരാതി പറയാൻ വന്ന് തിരിച്ചു പോകുമ്പോൾ അവൾക്ക് പൊക്കം കുറവാണ് എന്നത് കണ്ടപ്പോൾ ആയിഷ ബീവിക്ക്, എന്താ ഇത്ര പൊക്കം കുറഞ്ഞ മനുഷ്യന്മാരൊക്കെ ഉണ്ടല്ലോ, എന്ത് പൊക്കം കുറവാ എന്നിങ്ങനെ ഒരു സാധാരണ വർത്താനം പറഞ്ഞത്. അത് ഗീബത്താണെന്ന് ഓർത്തൊന്നും പറഞ്ഞതല്ല. അങ്ങനെ പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, മോളെ ആ പറഞ്ഞത് ഗീബത്താണെന്ന്, പൊരുത്തപ്പെടിക്കാനാ പറഞ്ഞത്.
ഇങ്ങനെയാണ് മഹാന്മാർ നമ്മുടെ മുന്നിലേക്ക് ഗീബത്തിനെ കുറിച്ചുള്ള വിചാരങ്ങൾ കൊണ്ടുവന്നത്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ ഒരുപാട് ആളുകൾക്ക് വിരുന്ന് കൊടുക്കാറുണ്ട്, സൽക്കാരങ്ങൾ നടത്താറുണ്ട്. ഒരു ദിവസം രാത്രി ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു സൽക്കാരം നടത്തിയപ്പോൾ ആ സമയത്ത് മഹാനവറുകളുടെ സഭയിലിരുന്നു കൊണ്ട് സൽക്കാരത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആളുകളിൽ ഒരു വിഭാഗം ആളുകൾ അവിടെ പങ്കെടുക്കാത്ത ഒരാളെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന് കോപം വന്നു. മഹാനവറുകൾ അവരോട് ചോദിച്ചു, പറഞ്ഞു, ഇന്നല്ലദീന കാനൂ ഖബ്ലനാ കാനൂ യഅകുലൂനൽ ഖുബ്സ ഖബ്ലൽ ലഹ്മി വഅൻതും ബദഅതും ബിൽ ലഹ്മി ഖബ്ലൽ ഖുബ്സി. നമുക്ക് മുന്നേ ജീവിച്ചിരുന്ന ജനങ്ങളൊക്കെ പത്തിരിയും ഇറച്ചിയും കഴിക്കുമ്പോൾ ആദ്യം അവർ പത്തിരി കഴിച്ചു തുടങ്ങിയിട്ടാണ് ഇറച്ചി കഴിക്കാം. നിങ്ങൾ നേരെ തിരിച്ചാണല്ലോ ചെയ്തത്. കാരണം ഇവിടെ പങ്കെടുക്കാത്ത മനുഷ്യന്റെ പച്ചമാംസം തിന്നുകൊണ്ടാണല്ലോ ഇന്നത്തെ സൽക്കാരം നിങ്ങൾ തുടങ്ങുന്നത്. അത് നമുക്ക് പാടില്ലാത്ത കാര്യമാണ്. ഈ രീതിയിൽ ശകാരിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ മഹാനവറുകൾ ശകാരിച്ചിട്ടുണ്ട്. ഗീബത്ത് പറഞ്ഞിട്ട് തൗബ ചെയ്താലും സ്വർഗത്തിലെത്താൻ വൈകുമെന്ന, ഗീബത്ത് പറഞ്ഞിട്ട് തൗബ ചെയ്തു, ആരുടെ പറഞ്ഞു അവനെ കൊണ്ട് പൊരുത്തപ്പെടിച്ചു, എന്നാലും സ്വർഗത്തിലേക്ക് എത്താൻ വൈകുമെന്ന മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ കഅബുൽ അഹ്ബാർ തങ്ങള് റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി, തൗറാത്തിലും ഇൻജീലിലും ഒക്കെ അവഗാഹമുള്ള മഹാപണ്ഡിതനല്ലേ. മഹാനവറുകൾ പറയാ, മുൻകാലത്ത് കഴിഞ്ഞുപോയ പൂർവഗ്രന്ഥങ്ങളെ കുറിച്ച് ഞാൻ പഠിച്ചതിൽ ഓർത്തെടുക്കുന്നു. അതിലൊക്കെ പരാമർശിച്ചു പോയിട്ടുണ്ട്. ആരെങ്കിലും ഗീബത്ത് പറഞ്ഞു, ഗീബത്ത് പറഞ്ഞിട്ടോ, ഗീബത്ത് ആരുടെയാണോ പറഞ്ഞത് അവരെ കൊണ്ട് പൊരുത്തപ്പെടിച്ചു, എന്നിട്ട് തൗബ ചെയ്തു, തൗബ ചെയ്ത് അല്ലാഹു ആ തൗബയും സ്വീകരിച്ചാൽ ഗീബത്ത് പറഞ്ഞവനാണോ സ്വർഗത്തിൽ അവസാനം കടക്കുന്നത് അവനായിരിക്കുമത്രേ. ഗീബത്ത് പറഞ്ഞവൻ അവസാനം സ്വർഗത്തിൽ പോകുന്നല്ലട്ടെ പറഞ്ഞത്. ഗീബത്ത് പറഞ്ഞു, ഗീബത്ത് ആരുടെയാണോ പറഞ്ഞത് അവരെ കൊണ്ട് പൊരുത്തപ്പെടിച്ചു, എന്നിട്ട് ആ പൊരുത്തത്തോടു കൂടെ അള്ളാഹുവിനോട് പൊറുക്കൽ തേടി. അപ്പൊ അള്ളാഹു പൊറുത്തും കൊടുത്തു. അങ്ങനെ തൗബ ചെയ്തു. രണ്ട് തൗബ ഉള്ളത് ഇതിന്. ഒന്ന്, ആരുടെ പറഞ്ഞു അയാളുടെ കയ്യിൽ നിന്നും തൗബ സ്വീകരിക്കണം. രണ്ട്, അള്ളാഹുവിൽ നിന്നും കിട്ടണം പൊരുത്തം. ഈ രണ്ടും കിട്ടി. ഇനി ഗീബത്ത് പറയില്ല എന്ന പ്രതിജ്ഞയിലായി ജീവിച്ചു. അങ്ങനെ ഉള്ള അയാള് മരിച്ച് അയാള് സ്വർഗ അവകാശിയാണ്, മറ്റെല്ലാ കാര്യങ്ങളും അയാൾ ഓക്കെയാണ്. എന്നാലും അവനെ അള്ളാഹു ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ അവസാനമാണ് സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കാം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ സ്വഹാബി നമുക്ക് ഇങ്ങനെയാ പഠിപ്പിക്കുന്നത്. മഹാനവറുകൾ പൂർവ്വകാല ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെ പഠിച്ചു. ഇനി നോക്കിക്കോ, അവസാനം സ്വർഗത്തിലേക്ക് ഇതുപോലെയാണ് പോകുന്നതെങ്കിൽ ആദ്യം നരകത്തിലേക്ക് പോകുന്നതും ഇതുപോലെ തൗബ ചെയ്യാത്ത ഗീബത്ത് പറഞ്ഞവനായിരിക്കുമെന്ന് മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ആലോചിക്കുക. സ്വഹാബികളുടെ ഇടയിലൊക്കെ ഈ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഒരു യാത്രയുടെ ഇടയിൽ ഭക്ഷണം വെച്ചു, അതിൽ കറി പാചകം ചെയ്ത പാത്രം കറിയെല്ലാം റെഡിയാക്കിയിട്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു. മറ്റുള്ള ഭക്ഷണങ്ങളൊക്കെ സ്വഹാബികളുടെ ഇടയിലിരുന്നു. യാത്രയാവുമ്പോൾ വിശ്രമസ്ഥലം വൃത്തിയാക്കി വിശ്രമിക്കാനുള്ള രീതിയിൽ കാടൊക്കെ വെട്ടിക്കളഞ്ഞ് അവിടെ വാസയോഗ്യമാക്കി ഒരു ടെന്റ് കെട്ടി അവിടെ ഭക്ഷണമൊക്കെ പാചകം ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ഇടങ്ങേറ് പിടിച്ച പണിയാണ്. യാത്രയിൽ ഒരല്പം വൈകി വന്ന ആളാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. സ്വഹാബികൾ ചിലർക്ക് ഇഷ്ടായില്ല ഈ വൈകി വന്ന ആള്. ടെന്റൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോ അതിലേക്ക് വന്ന് തന്റെ ലഗേജ് ഒക്കെ കയറ്റി വെക്കുന്നു, ഒട്ടകത്തെ പാർക്ക് ചെയ്യുന്നു. അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോ ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് മൂപ്പരിപ്പ് എല്ലാം കഴിഞ്ഞപ്പോ വന്നേക്കാം. സൽമാനുൽ ഫാരിസിയെ കുറ്റം പറഞ്ഞു. അല്ലെങ്കിലും പുള്ളി അങ്ങനെയാന്ന്, പുള്ളി ഇന്നാളങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു. കുറെ അങ്ങനെ ഗീബത്ത് പറയൂലോ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ കേൾക്കാതെ അവിടെ കുറ്റം പറയൽ നടന്നിട്ടുണ്ട്. സൽമാൻ വന്നു റളിയല്ലാഹു അൻഹു. സ്വഹാബികൾ പറഞ്ഞു, അല്ല സൽമാനെ, നീ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, ഒരു കാര്യം ചെയ്യ്, ഇനി ഇവിടെ വേറെ പണിയൊന്നുമില്ല. ഹബീബിന്റെ അടുക്കലാണ് പാചകം ചെയ്ത് വെച്ചിരിക്കുന്ന കറി ഇരിക്കുന്നത്. അതിൽ നിന്നും കുറച്ച് മാംസം, ഒരു പാത്രത്തിൽ കുറച്ച് മാംസക്കറി അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോവാ. സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു പാത്രവുമായി ഹബീബിന്റെ മുന്നിലേക്ക് ചെന്നപ്പോ സ്വഹാബികളുടെ ഇടയിലേക്ക് പറയാൻ വേണ്ടി സൽമാനോട് റസൂലുള്ളാഹി പറയാണ്,
അവിടെ കൂടിയവർക്ക് ഇനി ഇറച്ചി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല സൽമാനെ. അതെന്താ നബിയെ, അവരെ ഇറച്ചി തിന്നതാണല്ലോ, പിന്നെന്തിനാണ് പാത്രം? അപ്പൊ ഈ സഹാബികളുടെ അടുത്ത് വന്നിട്ട് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല ഞാനിപ്പോ വന്നല്ലേ ഉള്ളൂ, നിങ്ങൾ ഇറച്ചി തിന്നുന്നാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നിങ്ങൾ എന്നെ പിന്നെ രണ്ടാമത് പറഞ്ഞയച്ചിരിക്കുക, ഞങ്ങൾ ഇറച്ചി തിന്നില്ലല്ലോ. ഹബീബായ നബി തങ്ങൾ അങ്ങനെ പറഞ്ഞല്ലോ. എല്ലാവരും കൂടി നബി തങ്ങളുടെ അടുക്കൽ ചെന്നപ്പോൾ അവിടുന്ന് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് അങ്ങ് പറയാൻ തുടങ്ങി, നിങ്ങൾ കറി കഴിച്ചവരാ, മാംസം കഴിച്ചവരാ. സൽമാൻ വരുന്നതിന് മുന്നേ സൽമാന്റെ മാംസം നിങ്ങൾ കഴിച്ചവരല്ലേ, നിങ്ങൾ ഗീബത്ത് പറഞ്ഞവരല്ലേ. യാ അയ്യുഹല്ലദീന ആമനു ജതനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂ വത്തഖുല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ അങ്ങോതി ഹബീബായ നബി തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? ഒരാളുടെ ഗീബത്ത് പറയുമ്പോൾ അല്ലാഹു അതിനെ പരിഗണിക്കുക പച്ചമാംസം കഴിക്കുന്നതിന് തുല്യമായിട്ടാ. അപ്പൊ നിങ്ങൾ സൽമാൻ അൽ ഫാരിസിയുടെ മാംസം കഴിച്ചല്ലോ, ഇനി എന്തിനാ നിങ്ങൾക്ക് ഇറച്ചി? സ്വഹാബികളെ ഉപദേശിച്ച് ശകാരിച്ച് അവർക്ക് താക്കീത് കൊടുക്കുന്ന പോലെ ഹബീബായ നബി തങ്ങൾ അവരെ ബോധവൽക്കരിച്ചു പറഞ്ഞയച്ചു. ഇങ്ങനെയാ ചരിത്രം. അതുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്ക് ഒരു ബോധം വേണം. ഇതേക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. നമുക്ക് തന്നെ നമ്മൾ പറയുന്ന വാക്കുകളെ കുറിച്ച്, പറയേണ്ട വാക്കുകളെ കുറിച്ച് ഒരു ആത്മവിചാരം നടത്താനുള്ള കഴിവൊക്കെ അല്ലാഹു തന്നിട്ടുണ്ട്. മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മഹാനായ ഷൗക്കാനി, ഇമാം ഷൗക്കാനി അവിടുത്തെ അൽ ഫവായിദുൽ മജ്മൂഅയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഹദീസ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് 4 കാര്യങ്ങൾ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങൾ ഒരു നോമ്പുകാരന്റെ നോമ്പിനെ മുറിച്ചു കളയും. ഈ 4 കാര്യങ്ങൾ ഒരു ഉളു ഉള്ള മനുഷ്യന്റെ ഉളുവിനെ മുറിച്ചു കളയും. ഈ 4 കാര്യങ്ങൾ സർവ്വ അമലുകളെയും പൊളിച്ചു കളയും. അങ്ങനത്തെ 4 കാര്യങ്ങൾ ഉണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉളു എടുക്കണം, അമല് വേറെ ചെയ്യണം, അതുപോലെ തന്നെ നോമ്പാണെങ്കിൽ നോമ്പ് ഖളാ വീട്ടണം. അങ്ങനത്തെ ഒരു 4 കാര്യമുണ്ട്. ഒന്നാമത്തേത് ഗീബത്താണ്. ഗീബത്ത് പറഞ്ഞ പിന്നെ അവന്റെ ഉളു അള്ളാഹുവിന്റെ അടുക്കല്, ഉളു മുറിയുന്ന കാര്യങ്ങളിൽ ഗീബത്തില്ല, എന്നാലും പറയാണ് ഉളുയില് അർത്ഥോല. ആ അമല് ഫസാദായ തലത്തിലാണ് അതിനെ പരിഗണിക്കാൻ. പിന്നെ ബാഹ്യമായത് ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട് എന്നല്ലാതെ കബൂലിയത്തിൽ അതുകൊണ്ട്. രണ്ടാമത്തേത് കളവ് പറയല്, കളവ് നടത്തല്. മൂന്നാമത്തേത് നമീമത്ത് പറയല്. 4-മത്തേത് ഹറാമായ കാഴ്ച കാണല്, അന്യരായ പെണ്ണിനെ കാണൽ, അന്യ പുരുഷനെ കാണൽ. ഈ 4 ഉണ്ടല്ലോ, ഒരു മനുഷ്യന്റെ ഉളൂഇനെയും നോമ്പിനെയും അതുപോലെ തന്നെ അമലുകളെയും മുറിച്ച് കളയും, പൊളിച്ചു കളയും, അതിന്റെ ഫലമില്ലാത്ത അവസ്ഥയിലെത്തിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം ഗൗരവമുള്ള ഒരു വിഷയമാണിത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.